സ്കൂളൊക്കെ അടച്ചപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് 2 മാസം തുടർച്ചയായി ഏതെങ്കിലും ക്യാമ്പൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കണ്ടായി. അപ്പം അദ്ദേഹത്തിന് 3-4 ആൺകുട്ടികളാണ്, 3-4 ആൺകുട്ടികളുണ്ട്. ഏകദേശം ഒരു 2 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ 2-3 ആൺകുട്ടികളൊക്കെ ഉള്ളൊരു വീട് ഏകദേശം ഒരു യുദ്ധഭൂമി ആയിരിക്കും, ഒരു സ്വാഭാവികതയാണത്. അപ്പോഴാണ് അദ്ദേഹം അന്വേഷിച്ച് എത്ര വേണമെങ്കിലും ഫീസ് തരാം, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ആക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല ഒരു റിലീജിയസ് സ്കൂളുണ്ട്, അത് നിങ്ങളെ വീടാണ്. നിങ്ങളെ വീട് ഈ ഒരു അവധിക്കാലത്ത് ഏറ്റവും ശരിയായ രീതിയിൽ കുട്ടികളുടെ വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ് എന്ന് അദ്ദേഹത്തോട് പറയണ്ടായി. നമ്മളൊരു ചെറിയ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ അവധിക്കാലം നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടാൻ എന്ന് മാത്രമല്ല, അതിലുപരി നമ്മുടെ പരലോകം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നത് ആദ്യം എന്നെയും പിന്നെ നമ്മൾ ഓരോരുത്തരെയും ഉണർത്താനാണ് ഈ സമയം ആദ്യമായി ഉപയോഗിക്കുന്നത്. 2-3 തരം രക്ഷിതാക്കളുണ്ട്. ഒന്ന്, മക്കളുടെ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു പ്ലാനും ചിന്തയും ആലോചനയൊന്നും ഇല്ലാതെ പോകുന്ന ആളുകൾ. ആ 10-60 ദിവസം നേരം വെളുത്ത് വൈകുന്നേരമായി നേരം വെളുത്ത് അങ്ങോട്ട് പോകും. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചിന്തയോ പ്ലാനോ ഒന്നും ഇല്ലാതെ ഒരു അങ്ങാടി പൈക്കളെ പോലെ അവരെ കെട്ടയച്ചു വിടുന്ന ആളുകളുണ്ടാവും. എല്ലാ നിലക്കും പകലാവുമ്പോൾ വെയിൽ, രാത്രിയാവുമ്പോൾ ഇരുട്ട്, വൈകുന്നേരം ആവുമ്പോൾ മണ്ണ്, ചളി, പൊടി, അവിടെ പിടിക്കരുത്, ഇവിടെ കയറരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു തടവറ പോലെ കുട്ടികൾക്ക് ഈ വെക്കേഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ഒരു സമയം. ഈ കോവിഡ് കാലത്തൊക്കെ കുട്ടികൾ അങ്ങനത്തെ ഒരു മനോഗതിയിലേക്ക് എത്തിയിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു മനോനിലയിലേക്ക് എത്തിയിരുന്നു. ഒരു യുദ്ധമാണ് അവിടെ സ്വാഭാവികമായിട്ടും നടക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി. പ്ലാന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഈ പ്ലാനുകൾക്കൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. പുതിയ കാലത്ത് കുട്ടികളെ വളർത്തുന്നതിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടീനേജുകാരെ വളർത്തുന്ന രക്ഷിതാക്കൾക്ക് അത് കൂടുതൽ വ്യക്തത ഉണ്ടാകും. മനസ്സിലായില്ലേ? നമുക്ക് പഞ്ച് ഡയലോഗൊക്കെ ഇങ്ങനെ പറയാം, പക്ഷേ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധി രക്ഷിതാക്കളൊക്കെ സ്വാഭാവികമായും അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നേരത്തെയും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മക്കളെ ശരിയിലേക്ക് എത്തിക്കുന്നതിലും അവരെ തെറ്റിലേക്ക് എത്തിക്കുന്നതിലൊക്കെ മുഖ്യമായ റോള് മാതാപിതാക്കൾക്ക് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രമാണങ്ങളുടെ, സയൻസിന്റെ ഒക്കെ പിന്തുണയുള്ളൊരു കാര്യമാണത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. അബ്ദുള്ളന്റെ കുട്ടിയും ജോസഫിന്റെ കുട്ടിയും രാമൻകുട്ടിന്റെ കുട്ടിയൊക്കെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി, പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത്, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത് എന്നാണ്. അവൻ വളർന്നു വരുമ്പോൾ അവൻ കേൾക്കുന്ന സംഭാഷണങ്ങളും താരാട്ടുപാട്ടുകളും ആരാധനകളുടെ, പ്രാർത്ഥനകളുടെ പ്രതീകങ്ങളും ഒക്കെ കണ്ട് അവനെ പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ടെന്ന് അവനെ കറക്റ്റ് ഒരു ഇസ്ലാമിക റൂട്ടിലേക്ക് എത്തിക്കുന്നു. അവനെ വിളക്കിനു മുന്നിൽ കൈകൂപ്പി നിർത്തി വേറൊരു വിശ്വാസധാരയിലേക്ക് കൊണ്ടുപോകുന്നു. അവനെ നെഞ്ചകത്ത് കുരിശു വരച്ച് മറ്റൊരു നിലപാടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ നിർവഹിക്കുന്നത് മാതാപിതാക്കളാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമായി ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖുർആൻ പറയാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് സ്വന്തത്തെയും കുടുംബത്തെയും ഒക്കെ നഷ്ടപ്പെടലാണ് എന്നാണ്. സ്വന്തത്തെയും കുടുംബത്തെയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സ്വാഭാവികമായും ഉണ്ടാകും എന്നാണ്. ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹം അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ അടുത്തൊരു മനുഷ്യൻ വന്ന് പറഞ്ഞ പരാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. യഷ്കു ഉഖൂഖ ഇബ്നിഹി ഫസഅലഹു അൻ ഇബ്നുൽ മുബാറക്. എന്താണ്, സ്വന്തം കുട്ടി ഉണ്ടാക്കുന്ന ദ്രോഹങ്ങളെക്കുറിച്ചൊക്കെ, വലിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ, അവനുണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ വന്ന് പറഞ്ഞപ്പോ ഫസഅലഹു ഇബ്നുൽ മുബാറക് അയാളോട് ചോദിച്ചു, ഹൽ ദഅൗത അലൈഹി, നീ നിന്റെ മക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഫഖാല റജുൽ നഅം,
ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫഖാല ലഹു അബ്ദുല്ലാഹി ഇബ്നു മുബാറക്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറയണം, അൻത അഫ്സതഹു, നീയാണ് അവനെ എല്ലാ കുഴപ്പത്തിലും കൊണ്ടുപോയി ചാടിച്ചത്. അപ്പോൾ കുട്ടികൾ എത്തിപ്പെടുന്ന അപകടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും രക്ഷിതാക്കൾ വലിയ തോതിൽ കാരണമാകുന്നുണ്ട് എന്നുള്ള വിഷയത്തിൽ സംശയമല്ല. അത് ഏതെല്ലാം അർത്ഥത്തിൽ എങ്ങനെയല്ല, നമ്മൾ ഏറ്റവും വലിയ ശരി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ശരിയാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയൊരു തെറ്റും ഏറ്റവും വലിയൊരു അബദ്ധവും ആയിരിക്കും. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ജുറൈജ് റഹിമഹുല്ലയെ നമ്മൾ കാണുന്നുണ്ട്. ജുറൈജ് റഹിമഹുല്ല ആരാ? അദ്ദേഹം നമ്മള് ദുന്യാവിന് കൊടുക്കുന്ന സമയം പരലോകത്തിനും, നമ്മൾ പരലോകത്തിന് കൊടുക്കുന്ന സമയം ദുന്യാവിനും കൊടുത്തിരുന്ന ആളാണ്. നമ്മൾ പരലോകത്തിന് കൊടുക്കുന്ന സമയത്താ നമ്മൾ നിസ്കരിക്കുന്ന സമയം, ദിക്റ് ചൊല്ലുന്ന സമയം, ബാക്കിയൊക്കെ നമ്മുടെ ഉപജീവനത്തിലാണ്. അത്യാവശ്യം തിന്നാനുള്ളത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി ബാക്കി മുഴുവൻ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി പ്രത്യേകം ഇടമൊരുക്കി അങ്ങനെ കഴിഞ്ഞിരുന്നൊരു മനുഷ്യൻ, പുറംലോകവുമായി കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ലാതെ ദുന്യാവുമായി ഒരുപാട് എൻഗേജ്മെന്റുകളില്ലാതെ ജീവിച്ചിരുന്നൊരു വ്യക്തി. അദ്ദേഹം ഒരു ദിവസം വന്നപ്പോ, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നപ്പോ അദ്ദേഹം നിസ്കാരത്തിലാണ്. ചരിത്രം അറിയണവരും അറിയാത്തവരും ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും മിനിമം ലെവലിൽ ചുരുക്കി അത് പറയണത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ നമസ്കാരം പൂർത്തീകരിക്കണോ അതല്ല എൻ്റെ ഉമ്മാക്ക് ജവാബ് കൊടുക്കണോ? അപ്പോ അദ്ദേഹം തീരുമാനം എടുത്തു, നിസ്കാരം പൂർത്തിയാക്കാം, എന്നിട്ട് ഉമ്മാനെ കാണാം. അപ്പോൾ തന്നെ ഉമ്മ പോയി. എന്തോ ഗഫലത്തിൽപ്പെട്ട് അദ്ദേഹം ഉമ്മാന്റെ കാര്യം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അടുത്ത തവണ വന്നപ്പോഴും ഇതേ കാര്യം ആവർത്തിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യത്തെ പോലെ തന്നെ തീരുമാനിച്ചു, തൽക്കാലം എന്ത് ചെയ്യാം, നിസ്കാരം തുടരാന്ന്. 2-3 തവണ അത് ആവർത്തിച്ചപ്പോ മുൻശുണ്ടിക്കാരിയായ, പ്രത്യേകം ശ്രദ്ധിക്കണം, മുൻകോപിയായ, ചെറിയ കാര്യത്തിന് തന്നെ ഇങ്ങനെ ചില ആളുകളൊക്കെ പറയുന്ന ഡയലോഗ് വളരെ ഭീകരമായിരിക്കും. ചെറിയ മക്കളെടുത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രതികരണങ്ങൾക്ക് വലിയ ഡയലോഗ് പറയും. മാതാപിതാക്കള്, പിന്നെ പ്രായമുള്ള, പിന്നെ വല്ലിപ്പ വല്യമ്മ, അവരൊക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്ക് അത് എന്നെ കുറിച്ചാണ് എന്ന് ചിന്തിച്ചു കണ്ട് ഇടങ്ങാറാവൊന്നും വേണ്ട. നമ്മളെ കുറിച്ചാണെന്ന് നമുക്ക് തോന്നിയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇരുന്ന് ലൈവായിട്ട് പറഞ്ഞു മോനെങ്ങാനും മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തോന്നൊക്കെ ചിന്തിക്കും. ഒരു മോനും ഇങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു മോനും പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മളെ പിന്നെ ഔത്തർച്ചി കലങ്ങണ സാധനമാണിത്. ഇത് പറയുമ്പോൾ ഞാൻ സ്വയം പ്രതിയായും കൊണ്ട് മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഈ വിഷയം അങ്ങനത്തെ ഒരു ഏരിയയാണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ മുൻശുണ്ടിക്കാരിയായ മൂക്കത്ത് ദേഷ്യമുള്ള അമ്മ പറഞ്ഞ വാചകം എന്താ അറിയോ? അവൻ വ്യഭിചാരിണികളുടെ മുഖം കാണട്ടെ എന്ന് പറഞ്ഞ് കലിപ്പിലുമ്മ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടണം. അപ്പൊ അദ്ദേഹം ഓടിച്ചു, അവളെ ഓടി എന്നിട്ട് ഓടിച്ചു. അപ്പൊ അവള് പറഞ്ഞു, നിനക്കുള്ള പണി ഞാൻ തരാം. ഈ സ്ത്രീ ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ ശാരീരിക ബന്ധത്തിൽ അവൾ ഗർഭിണിയായി പ്രസവിച്ചപ്പോ, അവിവാഹിതയായി സ്ത്രീ പ്രസവിച്ചപ്പോ നാട്ടുകാർ ചോദിച്ചു, ഏതാണ് ഈ കുട്ടി? അപ്പൊ അത് ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. നാടാകെ ഇളകി. ഇയാൾ വലിയ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ആരാധനകളിൽ കഴിയുന്നവർ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ജാതി സ്വഭാവം നിനക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കാരത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം അല്ലെ? നമ്മളൊരു തറാവീഹിന് ശേഷം ഈ വിഷയം വേറെയും കുറെ സംഭവങ്ങൾ വെച്ച് ഞാൻ സമർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൂടി നമുക്ക് പറയാൻ സമയമല്ല. 2 റക്അത്ത് നിസ്കാരത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, കുഞ്ഞെ ആരാണ് നിന്റെ ഉപ്പാന്ന്? അപ്പൊ കുഞ്ഞ് കഥയൊക്കെയാണ് പറഞ്ഞു. തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി കഥയൊക്കെയാണ് പറഞ്ഞു. കറാമത്തെ ഹക്കാണ്, അതിന് ആരും നിഷേധിക്കണില്ല അല്ലെ? ആരും നിഷേധിക്കണില്ല. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഒരു വ്യക്തിയോട് പോയി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും അയാളെ തവസ്സുലാക്കാന്നൊക്കെ പറയണീനാണ് പ്രശ്നം. അടിസ്ഥാനം എവിടെയാണ് കിടക്കുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ അദ്ദേഹം ആരാധന നിർവഹിക്കായിരുന്നു, അള്ളാഹുമായുള്ള ബന്ധത്തിലായിരുന്നു. എന്നിട്ട് പോലും ആ ഉമ്മാന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കിന് ഉണ്ടായ പരിക്കാണ്. അദ്ദേഹം വ്യഭിചാരിണിയാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൊണ്ട് നന്നാകൂല നീ എന്നൊക്കെ പറയും. അതല്ലാതെ ഒളുവൊക്കെ എടുത്ത് ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് ഹംദും സലാത്തും ചൊല്ലി എന്റെ മോനെ നശിപ്പിക്കണേ എന്നൊന്നും ആരും പ്രാർത്ഥിക്കൊന്നുമില്ല. വായിന്ന് ചില വിട്ട വാക്കുകൾ വരും, കടുത്ത വാക്കുകൾ വരും അല്ലേ? മരിക്കാനും നല്ലത് പഠിച്ചോനെ ഇതിലേറെ എന്നൊക്കെ പറയും ചിലപ്പോ. ഇങ്ങനത്തെ വാക്കുകളൊക്കെ കുട്ടികളെ ബാധിക്കും. അവരുടെ ജീവിതം കരിഞ്ഞുണങ്ങി ഒരു കരിയില പോലെ നമ്മുടെ മുന്നിൽ വീഴുന്നത് നമുക്ക് കാണേണ്ടി വരും. പ്രത്യേകിച്ച് എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 10 വയസ്സ് 11 വയസ്സൊക്കെ ആകണത് മുതൽക്ക്, ഒരു 9 വയസ്സ് മുതൽക്ക് ഒക്കെ
പുതിയ കാലത്ത് ഒരുപാട് ഡിസോർഡറുകൾ കുട്ടികളിലുണ്ട്. അവർ കാണുന്ന സോഷ്യൽ മീഡിയ കാഴ്ചകൾ അവർക്കുണ്ടാക്കുന്ന ദുരന്തങ്ങൾ അത് വേറെയുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഡിഫൈൻ ചെയ്യപ്പെടുകയാണ് കേട്ടോ. എൻ്റെ സ്കൂളിലെ ഒരു കുട്ടീനെ, ഞാൻ സാധാരണ പറയുമ്പോൾ സ്ഥലം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യലില്ല, അപ്പൊ അത് നിങ്ങൾ അങ്ങനെ കോട്ട് ചെയ്യരുത്. അവിടെ ഒരു കുട്ടീനെ എന്ത് ചെയ്തു, പയ്യന്മാരൊക്കെ കൂടെ കൊണ്ടിട്ട് ഇവിടെ പൂ വെച്ചു. അവനിങ്ങനെ സ്യൂട്ടക്സ് മറ്റേ ലിപ്സിൽ കളറടിച്ചു. അതേപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അവനൊരു പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കണ പോലെ ചെയ്തു. അപ്പൊ ഞാൻ അവരെ അടുത്ത് വിളിച്ച് ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താ സംഭവം എന്നറിയോ, വാപ്പയും ഉമ്മിയൊക്കെ പറയണത് കേട്ട് നേരെ ഇങ്ങനെ നടക്കണ ഒരാൾ എന്ന് പറഞ്ഞാൽ അവനൊരു പെൺകോന്തനാണ് എന്നാണ്. ഒരു ഫിലിമിൽ ഏതോ ഒരു ഫിലിം സ്റ്റാറിന് ഇങ്ങനെ ഇവിടെ പൂവൊക്കെ വെച്ചെടുത്ത കഥയൊക്കെ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ കുട്ടികൾക്ക് ഇടയിൽ ഉണ്ടാക്കപ്പെട്ട നരേഷനാണ് ഞാൻ പറയുന്നത്. അവരുടെ ഉള്ളിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അവരാത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാഴ്ചപ്പാടാണ്. എന്ത് ഇങ്ങനെ വാപ്പിയുമൊക്കെ പറഞ്ഞത് അങ്ങനെ അപ്പടി അനുസരിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു 2-ാം നമ്പർ പരിപാടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയ കൾച്ചറുണ്ട്. മുടിവെട്ടാൻ ഭയങ്കര മടിയുണ്ടാവും കേട്ടോ, മുടിവെട്ടാൻ ഭയങ്കര മടിയുണ്ടാവും. കാരണം അവരുടെ ഉള്ളിലേക്ക് സോഷ്യൽ മീഡിയ കൊടുത്ത ഒരു തരം ക്യാമ്പയിനാണത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2 മിരട്ടലൊക്കെ മിരട്ടിയിട്ട് പോയി വിട്ടൊക്കെ ചെയ്യും. പക്ഷെ അവിടെ പ്രയോറിറ്റികൾ വേണം നമുക്ക്. ഓനെ പാൻറ് നേരേണ്ടതാണെങ്കിൽ അത് കണിശമായി തിരുത്തേണ്ടതാണ്. അത് വളരെ കൃത്യമായി കണിശമായി തിരുത്തേണ്ടതാണ്. മുടി വെട്ടാൻ പറയേണ്ടതല്ലേ പറയണം, മുടി വെട്ടണം, വെട്ടിക്കണം. പക്ഷേ അത് അവനെയും കൂടി ബോധ്യപ്പെടുത്തി ചെയ്യേണ്ടതാണ്. നെരിയേണ്ട മേലുള്ളത് അങ്ങനെ ചെയ്യേണ്ടതല്ലേ ആണ്. പക്ഷേ അത് രണ്ടും തുല്യ രീതിയിൽ, രണ്ടും വെട്ടൽ തന്നെയാണ്. പക്ഷെ രണ്ടും തുല്യ രീതിയിൽ. ഒന്ന് 48 ഹദീസുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 48 ഹദീസുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇതൊരു വല്ലാത്ത പരീക്ഷണത്തിന്റെ ലോകമാണ്. മക്കളെ എങ്ങനെ ഗൈഡ് ചെയ്തു പോകുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ അവർക്ക് വിരുദ്ധമായി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചക വീടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വിഷയത്തെ നമ്മൾ പഠിക്കണം. യൂസുഫ് അലൈഹി ഇസ്ലാമയും ബിന്യാമീനും വളരുന്ന വീട്, ചെറിയ കുട്ടികളൊരു താലോലിക്കൽ സ്വാഭാവികമായിട്ടും വാപ്പാർക്കും ഉമ്മാർക്കും ഒക്കെ ഉണ്ടാകും. മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ആ താലോലിക്കലേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് തോന്നി, യൂസുഫ് അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്ന, നമ്മളെ വാപ്പാനെക്കാളും നമ്മളെ വാപ്പാക്ക് യൂസുഫിനെക്കാളും ബിന്യാമീനെക്കാളും നമ്മൾ പ്രിയപ്പെട്ടതല്ല. യൂസുഫും ബിന്യാമീനാണ് ഭയങ്കര പ്രിയപ്പെട്ട ആള്. ഈ മുതിർന്ന മറ്റു മക്കളുടെ കൂട്ടത്തിൽ പോയിട്ട് ഇത് അയാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അയാളതൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നി അങ്ങനെ. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, ചിന്ത ഡൈവേർട്ട് ചെയ്യണ കോലം നോക്കി നിങ്ങൾ, ഉഖ്തുലു യൂസുഫ് അവിത്രഹു അർള, നിങ്ങൾ യൂസുഫിനെ കൊണ്ടിട്ട് കൊല്ലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കും. എന്നിട്ട് പറയാം എന്നിട്ട് നമുക്ക് നല്ല ആളുകളായി മാറാലോ. നമുക്ക് നമ്മുടെ വാപ്പാനെ കിട്ടണില്ല, വാപ്പാന്റെ സ്നേഹം നമുക്ക് കിട്ടണില്ല, അത് പറ്റൂല, അങ്ങനെ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നാണ് അദ്ദേഹം അയാൾ പറയണത്. അങ്ങനെ എന്തുവരെ ചെയ്തു, അവസാനം കൊണ്ടുപോയി കൊല്ലാനുള്ള പുറപ്പാടായപ്പോൾ ആരൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു, കൊല്ലണ്ട, നമുക്ക് ഈ കിണറ്റിക്കിടാം. ഇതൊരു പ്രവാചകത്വമുള്ള വഹയുള്ള വീട്ടിലെ കഥയാണ് ഞാൻ പറയണത്. എന്തിനാ വഹയുള്ള വീട്ടിലെ കഥ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്ക് വായിക്കാവുന്ന രീതിയിൽ ഖുർആൻ അത് ഇങ്ങനെ നിവർത്തിയിട്ട് തന്നത്. അവരെന്തൊക്കെ ചെയ്തു? തെളിവുണ്ടാക്കി, വളരെ ഫേക്കായിട്ടുള്ള തെളിവുണ്ടാക്കി. എന്താ, ഒരാടിനെ അറുത്തിട്ട് ആടിന്റെ രക്തം പുരട്ടിയിട്ട് ഈ കുപ്പായത്തുമ്പോ കൊണ്ടുവന്നെടുത്തു. ഇത് ആടിന്റെ രക്തക്കറയാണെന്ന് മനസ്സിലായില്ല, കിണറ്റിലിട്ടതാന്ന് മനസ്സിലായില്ല, എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ സർവം കാണുന്ന ഔലിയാക്കളെ പഠിപ്പിക്കണ മാലകൾക്ക് മുന്നിൽ ആടിയാടി അത് പാടുന്ന സമൂഹം അറിയണം. എന്തറിയണം? ഒരു പ്രവാചകനായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിലൊരു കെണിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച്, അദ്ദേഹം എന്താ ചെയ്തത്? കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി, മക്കളെ പ്രതീക്ഷിച്ച്. അപ്പോൾ അദ്ദേഹം നിരാശപ്പെട്ടില്ല. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അദ്ദേഹം അതാ പറഞ്ഞത്, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. മോനെ നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോഴും അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവസാനിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മൾ മക്കളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒന്ന് പ്രാർത്ഥനയിലൂടെ, നമ്മളെ വാക്കുകളിലൂടെ വരുന്ന അബദ്ധങ്ങൾ, അവരോട് ക്രോധത്തോടുകൂടെ പറയുന്ന അബദ്ധങ്ങൾ ഒന്ന്. രണ്ട്, അവർക്കിടയിലെ നീതി വലിയ വിഷയമാണ്. 3, 4, 5 കുട്ടികളുണ്ടാവും നമ്മളെ മോന് അല്ലെ മോൾക്ക്. അപ്പോ അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂത്ത കുട്ടിയായിരിക്കും, പക്ഷെ അത് കുട്ടിയാണ്, അത് നമ്മൾ മറക്കും.
ആ കുട്ടി കുട്ടിയാണ്, അത് നമ്മൾ മറക്കും. ഒരാളെ തിരുത്താൻ വേണ്ടിയിട്ട് മറ്റേയാളങ്ങനെ പൊക്കിയടിക്കും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, സംഭവമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ചില കുട്ടികൾ ചിലപ്പോൾ വേഗം പിണങ്ങും. അവൾ കുട്ടിയാണ്, അവൻ കുട്ടിയാണ്, അത് മറക്കരുത്. നമ്മളോട് ചിലപ്പോൾ വീർപ്പിച്ച മുഖമായിട്ട് നിൽക്കും. അപ്പോഴൊക്കെ ആ കുട്ടിയോട് കമന്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉണ്ട്. ആ വേദന ആ കുട്ടിയുടെ മനസ്സിൽ ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവൂല. ആ കുട്ടിയുടെ ഉള്ളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നീട് ഭാവിയിലായിരിക്കും, നീണ്ട ഭാവിയിലായിരിക്കും. സ്വതന്ത്രമായി ചിന്തിച്ചു തുടങ്ങാൻ കഴിയുന്ന കാലത്ത് ഈ ഫയലുകൾ അവിടെ കിടക്കുന്നുണ്ടാകും. ഇതേപോലെ മോളെ കുട്ടികളോടും മോന്റെ കുട്ടികളോടും കാണിക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകും. സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കുന്ന മോളോടും കുട്ടികളോടും കാണിക്കുന്ന ഒരു സ്റ്റാൻഡും ഇടയ്ക്ക് വരുന്ന മോളോടും കുട്ടികളോടും കാണിക്കുന്ന ഒരു സ്റ്റാൻഡും ഉണ്ടാകും. വലിയവരോട് കാണിക്കണതൊക്കെ അവർക്ക് മനസ്സിലാവും, പക്ഷേ ചെറിയ കുട്ടികളോട് കാണിക്കണവർക്ക് മനസ്സിലാവില്ല. ഇതേപോലെ ഫിസിക്കലായിട്ടുള്ള കപ്പാസിറ്റി ഒരേപോലെ ഉണ്ടാവില്ല. വീട്ടിൽ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും വെക്കേഷനാണ്, പല പണിയും പറയും. 2 പണി എടുക്കുമ്പോഴത്തേനും അവിടെ ഇരിക്കും. ഈ കുട്ടിക്ക് അതിനെ കൈ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ മടി ഉണ്ടാകും. ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു പടച്ചോൻ കൊടുത്ത സോഫ്റ്റ്വെയർ അങ്ങനെ ഇരിക്കും. എല്ലാവരും സോഫ്റ്റ്വെയർ ഒരേപോലെയല്ല. ചില കുട്ടികൾ തീരെ സംസാരിക്കില്ല, ഇൻട്രോവർട്ടായിരിക്കും. അതാ കുട്ടിയുടെ കുഴപ്പമില്ല. കാഴ്ചയില്ലാത്തത് ഒരു പരിമിതിയാണെങ്കിൽ അതേപോലത്തെ മറ്റൊരു പരിമിതിയാണ് ആ കുട്ടി ഇൻട്രോവർട്ടാണെന്നുള്ളത്. അധികം സംസാരിക്കാനുള്ള സോഫ്റ്റ്വെയർ പടച്ചോൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അയോഗ്യതയായി ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെ നമ്മളെ വീട്ടിൽ ഒരാൾ വന്ന് വേഗം കൈയൊക്കെ കൊടുത്ത് സംസാരിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. അത്ര തന്നെ സംസാരിക്കാത്തൊരു കുട്ടി ഉണ്ടാവും. അല്ലെ, നമ്മൾ എന്താ കാണണ്ടേ? നമുക്കൊരു 3ാമത്തെ കുട്ടി ഉണ്ട് വിചാരിക്കുക, സംസാര വൈഭവമില്ലാത്ത കുട്ടി. അവനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുക? അതേപോലെ ഈ അധികം സംസാരിക്കാത്ത കുട്ടിനെ നമ്മൾ മുന്നിൽ കൊണ്ടുവരണം. അവന് വരാന് ബുദ്ധിമുട്ടുണ്ടാകും. അവനെ പ്രോത്സാഹിപ്പിക്കണം, അവനെ പ്രചോദിപ്പിക്കണം. അവൻ ഒരു ചോദ്യമൊക്കെ ചോദിച്ചാല്, ഇന്ന് ഗസ്റ്റൊക്കെ വന്നപ്പോ, മൂത്താപ്പ് വന്നപ്പോ നീ വിശേഷമൊക്കെ ചോദിച്ചല്ലോ, നീ നല്ല കുട്ടിയാണല്ലോ എന്ന് പറയണം. ഞാൻ ഈ വിഷയം പറയുമ്പോഴൊക്കെ പറയണ പോലെ പടച്ചോൻ തൗഫീഖ് ചെയ്തൊരു കുട്ടി ഉണ്ടാകൽ വലിയ പണിയൊന്നുമല്ല. പക്ഷെ ഉണ്ടായൊരു കുട്ടിനെ വളർത്തല് ഹലാക്കിന്റെ പണിയാണ്. ചെറിയ പണിയൊന്നുമല്ല കേട്ടോ, വലിയ പണിയാ. ശരിക്കും ഈ വിഷയത്തിൽ ആഴങ്ങൾ അറിയുന്നവർ വാപ്പിയും ഇരുന്ന് കരയുന്നുണ്ടാവും, സങ്കടപ്പെടുന്നുണ്ടാവും, ചർച്ച ചെയ്യുന്നുണ്ടാകും, പരിഹാരങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ വിഷയമാകൂല. നിങ്ങൾ നോക്ക്, കുട്ടികൾക്കിടയിലെ നീതി വളരെ പ്രധാനപ്പെട്ടതാ. നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു പറയാ, അഅതാനി അബി അതിയ്യതൻ, എന്റെ വാപ്പ എനിക്കൊരു സമ്മാനം തന്നു. ഫഖാലത് അംറ ബിൻത് റവാഹ, അംറ ബിൻത് റവാഹ എന്ന് പറയുന്ന സ്ത്രീ, അഥവാ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ അദ്ദേഹത്തിന്റെ ഉമ്മ, അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. അപ്പൊ ഈ സ്വന്തം മകന് സമ്മാനം കൊടുത്തപ്പോ അംറ പറയാ, ലാ അർളാഹ ഹത്താ തുശ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം പറയാതെ നിങ്ങൾ മോനി സമ്മാനം കൊടുക്കുന്നത് എനിക്കിഷ്ടല്ല. അപ്പൊ ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുത്ത് ചെന്നു. ഇനി അഅതൈതു ഇബ്നി മിൻ അംറത ബിൻതി റവാഹത അതിയതൻ, ഞാൻ അംറ ബിൻതി റവാഹ എന്ന എന്റെ ഭാര്യയിൽ നിന്നുള്ള എന്റെ മോനൊരു സമ്മാനം കൊടുത്തു. ഫഅമറത്നി അൻ ഉശ്ഹിദക യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുത്ത് വന്ന് കാര്യം പറയണം എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ ചോദിച്ചത്? അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, നിങ്ങൾ ഈ കൊടുത്ത സമ്മാനം നിങ്ങളുടെ മറ്റുള്ള മക്കൾക്കൊക്കെ കൊടുത്തോ? ഖാല ലാ, ഇല്ല. എങ്കിൽ ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഫറജഅ ഫറദ്ദ അതിയതഹു, അപ്പോ മടങ്ങി വന്നിട്ട് ആ സമ്മാനം തിരിച്ചു വാങ്ങി എന്നാണ്, അല്ലെങ്കിൽ ആ കുട്ടി തിരിച്ചു കൊടുത്തു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. നമ്മള് ഡ്രസ്സ് വാങ്ങുമ്പോ, സൈക്കിൾ വാങ്ങുമ്പോ, അങ്ങനെ നമ്മൾ പലതും വാങ്ങുമ്പോ, പലതും ചെയ്യുമ്പോ, പലതും കൊടുക്കുമ്പോ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്തുകൊടുത്താലേ ഓന് എന്നാണ് ആലോചിക്കുക. പക്ഷെ അത് കുട്ടിയാണ്, കുട്ടി മനസ്സ് വേറെ തന്നെയാണ്. ആ കുട്ടി വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിക്കുള്ളൂ, വേറൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞോളാം എന്നില്ല. അതേപോലെ നമ്മൾ ഭയങ്കര യാത്രയും ടൂറൊക്കെ പോയിട്ട് ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടൊക്കെ കൂടെ തള്ളും. കൂട്ടുകുടുംബ സംവിധാനത്തിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യം ആ കുട്ടിയുടെ പാരന്റിന് ചിലപ്പോൾ ഉണ്ടാവില്ല. ഭയങ്കര ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് തള്ളുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ കുട്ടി അസ്വസ്ഥമാനുണ്ട്. ഒരു കുടുംബ സംവിധാനത്തിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിള്ളലുകളും മുറിവുകളുമാണിത്. ഇതൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടും, നമ്മൾ കഴിച്ച വലിയ വലിയ ഫുഡുകൾ കൊണ്ടുപോയിട്ടിടും, അല്ലേ? ഇതൊക്കെ സ്വാഭാവികമായും ആ വീട്ടിലും ആ കുടുംബത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന പരിക്കുകൾ വളരെ വലുതായിരിക്കും. ഇത് പലപ്പോഴും ചിന്തിക്കാത്ത ഒരു രീതിയും സമീപനമാണ് പല ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുക. ഇനി വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തൊരു പോയിന്റ് അതിൽ നിന്ന് പറയാം. എന്താ അറിയോ, ഒരു സംശയം വന്നപ്പോ അവരതിലും നോക്കുന്നത് ദീനാണ്. ആ സമ്മാനം കൊടുത്തതിന്റെ ദീൻ എന്താന്നാ നോക്കണത്. അപ്പൊ ദീന് പ്രമാണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ
മൈക്ക വെച്ചിട്ട് വെട്ടത്തൂരങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണ വിഷയം മാത്രം നോക്കാനുള്ളതല്ല. ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെ പ്രമാണങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന ആളുകളായിരുന്നു അവര്. സ്വന്തം മോന് കിട്ടിയതൊക്കെ പോന്നോട്ടെ എന്നല്ല ചിന്തിച്ച്, പിന്നെ എന്റെ കുട്ടിക്ക് അർഹതപ്പെടാത്തതൊന്നും വേണ്ട എന്നാണ് ചിന്തിച്ചത്. അല്ലെ, എന്റെ കുട്ടിക്ക് അർഹതപ്പെടാത്തതൊന്നും വേണ്ട. ഉയരത്തിൽ ചിന്തിക്കുന്ന ഒരു പെണ്ണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യയെ കുറിച്ച് അദ്ദേഹം അഭിമാനപൂർവ്വം ആലോചിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു പെണ്ണിന് ഒരു വീട് ദീനിയായി നിലനിൽക്കുന്നിടത്ത് എന്തു വലിയ റോളുണ്ട് എന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. വലിയ സ്വഹാബത്തൊക്കെ യാത്രക്കൊക്കെ ഒരുങ്ങുമ്പോ ഭാര്യമാർ അവരോട് പറഞ്ഞത്, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, നരകത്തീ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല, അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ വിചാരിച്ച് കഷ്ടപ്പെട്ട് ഹറാമായത് കൊണ്ട് കൊണ്ടുവരരുത്, ഹറാമായ സമ്പാദ്യം ഒന്നും കൊണ്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഭാര്യമാരെ നമ്മൾ കാണുന്നുണ്ട്. മാവിങ്ങനെ കുഴക്കുമ്പോ ഭർത്താവിന്റെ മരണവാർത്ത വരുമ്പോ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഇനി എനിക്കാരാന്ന് ചിന്തിക്കല്ല ചെയ്തത്. കുഴക്കുന്ന മാവും ചുടുന്ന ഗോതമ്പ് റൊട്ടിയും അവിടെ വെച്ചിട്ട് മക്കളോട് പറഞ്ഞു, ഇത്രയും നേരങ്ങൾ കഴിച്ചത് നിങ്ങളെ വാപ്പാന്റെ സ്വത്തായിരുന്നു, വാപ്പ മരിച്ചതോടുകൂടെ ഇത് അനന്തര സ്വത്താണ്, അനന്തര സ്വത്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ, ഇതിൽ വേറെ പലർക്കും അവകാശമുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ദീനിയായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു കാര്യം എന്താ അറിയോ, ഈ അവധിക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മക്കൾക്ക് മാതൃകയിലൂടെയാണ് ഏറ്റവും വലിയ പിന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക, മാതൃകയിലൂടെയാണ്. അല്ലെ, നോക്ക് നിങ്ങൾ, ഒരു കോഴി മുട്ടയിട്ട് അടയിരുന്ന് ആ കുഞ്ഞ് ഇങ്ങനെ പിന്നെ അത് മുട്ടത്തോടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, അതിനിങ്ങനെ ചനക്കി കൊടുക്കും. ചനക്കി കൊടുത്ത് അതിങ്ങനെ വന്ന് തിന്നാൻ തുടങ്ങും. പിന്നെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ തൊടുകൺ പോണാണ്, അമ്മ കോഴി തൊടുകൺ പോകും, പിന്നാലെ ചെല്ലും, എന്നിട്ട് കാണിച്ചു കൊടുക്കും ഇവിടെ കണ്ട് എന്ന്. പിന്നെ അമ്മന്റെ പിന്നാലെ നടക്കുമ്പോൾ അമ്മ കൊത്തിയാട്ടലാണ്, അല്ലെ, പോയിട്ട് ഒറ്റക്ക് തിന്ന് ജീവിക്കാൻ നോക്കുന്ന് പറയലാണ്. എന്ന് പറയണ പോലെ ഓരോ ഘട്ടത്തിന്റെയും ഓരോ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് കൂടെ നിന്ന് അവരെ വളർത്തുക എന്നുള്ളത് പ്രധാന. മാതൃകയിലൂടെയാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് കരാറിലേർപ്പെട്ടപ്പോ ആ കരാറിലേർപ്പെട്ട പ്രവാചകൻ അവരോട് ഉംറയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ അതിന് തഹല്ലുലാകാൻ വേണ്ടി പറഞ്ഞു, മൃഗങ്ങൾ അറുത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു, മക്കയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യ എല്ലാ കരാറുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ കരാറുകളായതുകൊണ്ട് കരാറിന്റെ വിശദാംശത്തിലേക്ക് പോകാൻ നമുക്ക് സമയമല്ല, പലപ്പോഴായി നമ്മൾ പഠിച്ചതാണ്. അവരൊന്നും മടിച്ചു. എന്തിന് നബിയെ, ഈ അവജ്ഞകളെ മുഴുവൻ നമ്മൾ പെരടിയിലേക്ക് എടുത്തു വെക്കണം, നമ്മൾ ശക്തരാണ്, നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ എന്തിനങ്ങ് ഇത് സഹിക്കണം എന്നാണ് അവരിൽപ്പെട്ട പലരും ചോദിച്ചത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പ്രത്യേകിച്ചു, അല്ലേ. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം പോയിട്ട് സെൽമാ ബീവിനോടാ പറയണത്. അവിടെ പോയി അപ്പൊ സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് ജീവിതത്തിലെ സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമാണ് എന്ന് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സെൽമാ ബീവി പ്രവാചകനോട് പോയി കത്തിച്ചില്ല, അല്ലെങ്കിൽ ഓലെന്താ അങ്ങനെ പറയാൻ പാടുണ്ടോ? അതൊന്നും സമ്മതിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. നബി, നിങ്ങൾ എന്തിനാ വിഷമിക്കണു? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മുടി മുറിക്കൂ, നിങ്ങളുടെ മൃഗത്തെ അറുക്കൂ. പ്രവാചകൻ ചെന്നു, മുടി മുറിച്ചു, മുടി അങ്ങനെ വിതരണം ചെയ്തു. പ്രവാചകന്റെ മുടി ത്വൽഹാ റളിയല്ലാഹു അടുത്ത് കൊടുത്തു. ത്വൽഹാ റളിയല്ലാഹു നബിന്റെ മുടി അങ്ങനെ കൊടുത്തു. അപ്പൊ എല്ലാവരും അറിഞ്ഞു പ്രവാചകൻ. അതോടുകൂടെ എല്ലാവരും തഹല്ലുലായി. നിരാശയോടെ മടങ്ങുമ്പോ വഴിമധ്യേ ഖുർആനിൽ വചനമിറങ്ങി, ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീന, നിങ്ങൾക്കൊരായിരം അവ്യക്തതകൾ ഉണ്ടെങ്കിലും സുവ്യക്തമായ വിജയമാണ് ഇന്ന് സംഭവിച്ചത്, അത് പിന്നെ മനസ്സിലായിക്കോളും. അതാണ് പിന്നെ മക്കാ വിജയത്തിലേക്ക് വരെ എത്തിച്ചേർന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അവിടെ മാതൃക കാണിക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. കുട്ടി എത്ര വിളിച്ചാലും നിസ്കരിക്കൂല. ഉമ്മ അടുക്കളയിൽ നിന്നിട്ട് കറി ഉണ്ടാക്കണീരിടയില നിസ്കരിക്കാൻ പറയണേ. ഉമ്മ സമയമായ ഒന്നെടുത്ത് നിസ്കരിക്കണം, അല്ലെ, ഒന്നെടുത്ത് നിസ്കരിക്കണോടത്തേക്ക് ഉമ്മ എത്തണം, വാപ്പ പള്ളിയിലേക്ക് വിളിക്കുന്നിടത്തേക്ക് എത്തണം, അപ്പോഴേ നടക്കുള്ളൂ. അധ്യാപകർ ഇതിൽ പ്രധാനമാണ്. അംർ ഇബ്നു ഉത്ബ അദ്ദേഹത്തിന്റെ മോന്റെ അധ്യാപകനോട് പറയുന്നുണ്ട്, ലിയകുൻ അവ്വല ഇസ്ലാഹിക ലിവലദി ഇസ്ലാഹക ലിനഫ്സിക, നിങ്ങളിൽ നിന്നുണ്ടാകുന്ന മാറ്റവും പരിഷ്കരണവുമായിരിക്കും എന്റെ കുട്ടിക്കുണ്ടാകുന്ന ആദ്യ പരിഷ്കരണം എന്നാണ്. അധ്യാപകൻ സ്വാധീനിക്കപ്പെടും. അപ്പോ ഭയങ്കര മാർക്ക് കിട്ടണ മാത്രം നോക്കി വലിയ സ്കൂളിലൊക്കെ കൊണ്ടേ ചേർക്കും. കുട്ടി പതിയെ കുരിശു വരച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെ, കുട്ടി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ലയിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. കുട്ടി നമ്മളല്ലാത്ത മറ്റൊരു കൾച്ചറിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടാവും. പിന്നെ ആ കുട്ടിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല.
കുട്ടിക്ക് കിട്ടേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകും, അത് കിട്ടിയിട്ടുണ്ടാകില്ല. കുട്ടിക്ക് കിട്ടേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസം അത് നമ്മൾ കൊടുത്താൽ തന്നെ ശരിയാകുമോ? അതൊക്കെ പഠിച്ചോൻ കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഉള്ളിൽ മാറ്റുണ്ടായി ആ കുട്ടി ഫാഷന്റെയും ട്രെൻഡിന്റെയും ഇൻസ്റ്റന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെയും ഒക്കെ കൂടെ മാത്രം നിന്ന് പാരന്റ്സ് 1000 തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും തിരുത്താത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണേ. ദുരന്തങ്ങൾ ഏറ്റുന്ന ആളുകൾ ഇവിടെ ഇരിക്കണില്ലേ ഈ ഇരിക്കണ സൊഫുകളിലില്ലേ? പാപ്പിമീം 100 വട്ടം പറഞ്ഞിട്ടും തിരുത്താത്ത കാര്യങ്ങൾ, അവരെ ഉള്ളിൽ കരയിപ്പിച്ച് അവരെ വിഷമിപ്പിച്ച് നടക്കുന്ന ആളുകൾ ഈ സൊഫിൽ ഇരിക്കണില്ലേ? വാപ്പാന്റെ മയ്യത്ത് അവിടെ എങ്ങനെ നമ്മളെ വീട്ടിൽ ഒരാൾ മരിച്ച എവിടെയായിരിക്കും വാപ്പാന്റെ മയ്യത്ത് വെക്കുക, ഉമ്മാന്റെ മയ്യത്ത് വെക്കുക? ആ മയ്യത്ത് കാണാൻ ആൾക്കാർ വരുമ്പോ ആ തുണി ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോ നമ്മളെ കാതിൽ ഇങ്ങനെ കേൾക്കും, ഓരോന്നും കേൾക്കും, പിന്നൊക്കെ നടപ്പിലാക്കും, പിന്നൊക്കെ ചെയ്യണമെന്ന് തോന്നും അല്ലേ? ജീവിതം മുഴുവൻ ആ മീസാൻ കല്ല് നമുക്കുള്ള പരീക്ഷണവും വേദനയും ചോദ്യവുമായി ജീവിതത്തിൽ നമ്മെ വേട്ടയാടും. അപ്പൊ ഫ്രണ്ട്ഷിപ്പും ഫാഷനും ട്രെൻഡും അങ്ങനെ പലതും ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളും തലയിലിങ്ങനെ പതഞ്ഞു പൊങ്ങിയ ചിന്തകളുടെ ലോകവുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് കേവലം ഒരു വിഷാദരോഗിയായി ജീവിതത്തിന്റെ മൂലയിൽ കഴിയുന്ന 100 ആളുകളെ വ്യക്തിപരമായി എനിക്കറിയാം അല്ലെ? ഒരാഴ്ചയും വിടാതെ ഉമ്മന്റെ ഖബറിന്റെ അരികിൽ പോയി കരഞ്ഞുമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വരുന്ന വ്യക്തി. അയാളുടെ കുറ്റബോധത്തിന്റെ ആഴത്തിൽ നിന്നാണ് അത് നിർവഹിക്കുന്നത്. മക്കളോടും കൂടി ഞാൻ പറയാണ്, രക്ഷിതാക്കളോട് മാത്രമൊന്നുമല്ല. പറയേണ്ട ഘട്ടമാണിത്, പറയേണ്ട സന്ദർഭമാണിത് എന്നത് ഞാൻ ഉറപ്പിച്ചു പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇപ്പോ നമ്മളെ കുട്ടികളെല്ലാവരും ചേർക്കാൻ വേണ്ടിയിട്ട് സമ്മർ കസ്റ്റ് എന്നുള്ള പേരിൽ ഒരു പദ്ധതി ഞാൻ കഴിഞ്ഞ ആഴ്ച, എന്റെ മുന്നത്തെ ആഴ്ച എന്റെ ഖുത്ബില വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായ പദ്ധതി, ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടിനെ ഏത് ട്യൂഷൻ ക്ലാസ്സിൽ ചേർക്കണം, ഏത് സ്കൂളിൽ ചേർക്കണം, പിന്നെ ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കണം എന്നൊക്കെ ഭയങ്കര തീവ്രമായി ആലോചിക്കുന്നവരും ഈ കുട്ടികൾ കടന്നെത്തുന്നത് എങ്ങട്ടാ? ലോകത്ത് ഇപ്പൊ അമേരിക്കയിലൊക്കെ അത് വ്യാപകമായ നിലക്ക് അമേരിക്കൻ കോർട്ടുകളിൽ രക്ഷിതാക്കളുടെ വലിയ കേസുകൾ നടക്കുന്നുണ്ട്. എന്താ കേസ്? മെറ്റയ്ക്കെതിരെയാണ്, ഇൻസ്റ്റയ്ക്കെതിരെയാണ്, ഫേസ്ബുക്കിനെതിരെയാണ്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെയാണ്. കുട്ടികളെ നശിപ്പിച്ചതിനും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിനും അവരെ വിഷാദരോഗികളാക്കിയതിനും നഷ്ടപരിഹാരം തരണം പറഞ്ഞിട്ടാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ ഇലക്ട്രോ പൊളിറ്റിക്സിൽ ഇതൊന്നൊരു വിഷയമല്ല. നമ്മൾ പരമാവധി പോയ പാലത്തുമൊക്കെ പോകും, പരമാവധി പോയ റോട്ടുമൊക്കെ പോകും, റോട്ടിൽ ഉയർത്തിക്കെട്ടുന്ന ഏതെങ്കിലും ലൈറ്റുമൊക്കെ പോകും. അത് 2 എണ്ണം വെച്ചിട്ട് 3 ഫോട്ടോ തിരിച്ചു മറിച്ചുവിട്ടാ നമ്മളെ നാട്ടിൽ വികസനമായി കാര്യമായി. എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്? ഏത് ഏജൻസിയാണ് പഠിച്ചത്? ചെറിയ മക്കൾ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്? ഏത് ഏജൻസിയാണ് പഠിച്ചത്? വ്യാപകമായ തോതിൽ ലഹരി കടിമയാകുന്നുണ്ട്. ഏത് ഏജൻസിയാണ് കാരണം പഠിച്ചത്? കാരണങ്ങൾ പഠിക്കാത്ത ചികിത്സകളാണ്. എന്താ സൂംബ ഡാൻസ് സ്കൂൾക്ക് ലഹരിക്ക് പരിഹാരം? ലോകത്താരാ പറഞ്ഞത്? ഒരു കാരണവും പഠിക്കാതെ ഇത് കുട്ടികളുടെ ഒരു ജനറേഷൻ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തിരിച്ചറിയാതെ പലപ്പോഴും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയത് സർക്കുലറായി അയച്ചാ സർക്കുലർ ചുരുട്ടിയിട്ട് പിന്നെ വേസ്റ്റ് കണ്ടിടണമെന്നല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ മക്കളെ കാര്യം നമ്മൾ നോക്കണം. ആരോ നേരാക്കി തരുമെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടായില്ല. നമ്മൾ സോഷ്യൽ മീഡിയ കുട്ടിക്കളിയല്ല എന്ന പുതിയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടവും കൂടിയാണിത് എന്ന് ഞാൻ എല്ലാവരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാകും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുന്ന ഉത്ബോധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകാൻ കഴിയും. നമ്മളൊക്കെ മക്കളതിന്റെ ഭാഗമാണ്. നമ്മൾ നേരെ പീസ് റേഡിയോ എടുത്താൽ അതിൽ കോഴ്സ് വിൻഡോ ഉണ്ട്. അതിൽ പോയാൽ സമ്മർ ക്വസ്റ്റ് എന്ന് കാണാം. അതൊന്ന് അതിലൊരു എൻറോൾ ബട്ടൺ ഉണ്ട്, അത് നെക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിലെ ക്ലാസ്സുകളൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് കൃത്യമായ റിമൈൻഡറുകൾ ഇങ്ങനെ വരും. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, കുട്ടികൾ കയറണം എന്ന് പറഞ്ഞിട്ട് വരും. ലൈവ് ക്ലാസ് ഉണ്ടാകും, ആക്ടിവിറ്റികൾ ഉണ്ടാകും, കുട്ടികളെ സ്ക്രീനിൽ നിന്ന് മുക്തമാക്കുന്ന ഒരുപാട് പദ്ധതികൾ ഉണ്ടാകും. അപ്പോൾ അത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പദ്ധതി ഉണ്ട്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാരവാഹികൾ പുറത്തുണ്ടാകും, അവരത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ആ ഒരു സംവിധാനം ഉപയോഗിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മളിതൊക്കെ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് പഠിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒരു വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള സ്റ്റാൻഡല്ല ഇതിലുണ്ടാകേണ്ടത്. വിഷയത്തെ ബാഹ്യമായി കാണുന്ന കുറേ വിഷയങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ് പൊതുവെ പാരന്റ്സിന്റെ ഒരു രീതി. ബാഹ്യമായി കാണുന്ന കുറേ സാധനങ്ങളോട് ഒച്ചയും വിളിട്ടിട്ട് പിന്നെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി കുട്ടിയുടെ ഉള്ളിലേക്കാണ് ചെല്ലേണ്ടത്.
അവന്റെ പ്രായത്തിനനുസരിച്ച് അവനുള്ളിൽ അനുഭവിക്കുന്ന അവൻ്റെതായ കുറെ ലോകമുണ്ട്. നമുക്ക് നിർവചിച്ചാൽ കിട്ടാത്തത്ര വലിയ സമ്മർദ്ദങ്ങളാണ്. അവന്റെ ഉള്ളിലെ സോഫ്റ്റ്വെയർ ഉണ്ട്, അവന്റെ ഹോർമോണിക് സിറ്റുവേഷനുകളുണ്ട്. അതിനൊക്കെ അറിഞ്ഞും പറഞ്ഞും കണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം എല്ലാവരും ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാ CRE ക്ലാസ് നാളെ രാവിലെ ഉണ്ടായിരിക്കും. CRE നല്ല രീതിയിൽ നമ്മൾ നടന്നു വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയോടുകൂടെ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി തീർമാറാകട്ടെ. മക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന വേദനാജനകമായ അവസ്ഥകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്കൊക്കെ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുമാറാകട്ടെ. നമ്മെയും അവരെയും ഒക്കെ ഹിദായത്തിലൂടെ ജീവിച്ചവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ടു പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മുടെ സഫിൽ വളരെ സജീവമായിട്ടുണ്ടാണ് എല്ലാ ഭക്തനും ജമാഅത്തിന് എത്തുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ വലിയൊരു രോഗത്തിന്റെ അപകടത്തിൽ നിന്ന് ഏകദേശം രക്ഷപ്പെട്ടൊരു അൽഹംദുലില്ലാഹ് ഒരു ചുറ്റുപാടാണുള്ളത്. എന്നാൽ സ്ട്രോക്കിന്റെ ഒരു പരിസരത്തെത്തി. അതിന്റെ അംശങ്ങൾ ഇപ്പോഴും, അതിന്റെ ചില പ്രത്യാഘാതങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം നേടി ഈ വീണ്ടും പഴയതിലേറെ സജീവമായി നമ്മുടെ കൂടെ നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആശ്വാസത്തെയും സമാധാനത്തെയും കൊടുക്കുമാറാകട്ടെ.